ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അത്രത്തോളം ഹ്യൂജ് റെസ്പോൺസ് ആണ്, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു ഹ്യൂജ് സപ്പോർട്ടിന്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കമൻസ് നോക്കിയപ്പോൾ കൂടുതലും പേര് ഒരു 30 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ കൂടുതൽ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ മുഖത്ത് ചുളിവുകളുണ്ട്, കണ്ണിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ ഈ ഭാഗത്തും നെറ്റിയിലും ഒക്കെ ഫൈൻ ലൈൻസിൻ്റെ ചെറിയ, അതായത് നമുക്കിപ്പോൾ ഫൈൻ ലൈൻസ് വരുന്ന പല കാരണങ്ങളും ഉണ്ടാണ് കേട്ടോ. നമ്മളൊരു പ്രായത്തിന്റെ മാത്രമല്ല, നമ്മൾ സ്ട്രെസ്സിന്റെ ആകാം, ഹോർമോൺസിന്റെ ആകാം, അങ്ങനെ പല കാരണങ്ങളുണ്ട്. പിന്നെ തൈറോയ്ഡ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും കൂടെയാണ് നമ്മുടെ ഫേസിൽ, അതായത് നമ്മുടെ ശരീരത്തിന്റെ എന്തുണ്ടെങ്കിലും അത് മുഖത്ത് കംപ്ലീറ്റ് ആയിട്ട് എവിഡന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും നമുക്ക് ചുളിവുകൾ വരാം. പക്ഷെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമുക്കൊരു പരിധി വരെ വീട്ടിലുള്ള ഐറ്റംസ് യൂസ് ചെയ്തിട്ട് നമുക്കിതിലൊരു കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലാതെ പുറത്തൊരു പോയി ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ പോക്കറ്റ് കാലിയാവും. കാരണം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഈ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ അതിനോട് എനിക്ക് വലിയ താല്പര്യവും ഇല്ല. കാരണം എത്രയൊക്കെ തന്നെയാണെങ്കിലും അത് കെമിക്കൽസ് ആണ്. അപ്പോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പെട്ടെന്നൊരു റിസൾട്ട് കിട്ടിയാലും ഗ്രാജുവലി ആ റിസൾട്ട് നമുക്ക് എന്തായാലും പിന്നെ അത് ദോഷമായിട്ടേ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു 100-80 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സാധനമുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് 10 തരം ടിപ്സ്, അതായത് 10 തരം റെമഡീസ് നമുക്ക് ഫേസിൽ ഈ ഫൈൻ ലൈൻസ് മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും കരിവാളിപ്പ് മാറാനായിട്ടും ബ്രൈറ്റ്നസ് വരാനായിട്ടും ഗ്ലോ വരാനായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് അതാണ് ഞാൻ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി വീഡിയോയിലൂടെ പോവാം. അപ്പോൾ വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പം നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലൂടെ പോവാം. മെയിനായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് നേരത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ കാര്യം, ഒരു 80-100 രൂപ കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റത്തിൻ്റെ കാര്യം. അത് നമുക്ക് ഏകദേശം ഈ ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അപ്പോൾ ഒരു 3 മാസം സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 3 മാസത്തിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു റേറ്റിന് പുറത്തുനിന്ന് ഒരു ക്രീം വാങ്ങിച്ചാൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം അത്രയും എക്സ്പെൻസീവ് ആണ്. അപ്പം നമുക്ക് വളരെ, അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള വെറും ചെറിയ രൂപ കൊടുത്തിട്ട് നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും, കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് അറിയാം. പക്ഷെ അത് യൂസ് ചെയ്യേണ്ടുന്ന കുറച്ച് രീതികളുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഒരു 10 ടിപ്സിൽ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന ഫ്ലാക്സ് സീഡ് നമുക്കൊരു ഫ്ലാക്സ് ജെല്ലായിട്ട് മാറ്റണം, അതായത് ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു 3 മാസം വരെ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 3 കപ്പ് വെള്ളം എടുക്കുക. അതിലോട്ടൊരു 4-5 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുക്കുക. നല്ലതുപോലെ വെട്ടിത്തിളപ്പിക്കുക. വെട്ടിത്തിളപ്പിക്കുമ്പോഴത്തേക്ക് ഒരു കട്ടിയായിട്ട് വന്ന് തുടങ്ങും. അത്യാവശ്യം ഒരുപാട് കട്ടിയല്ല കേട്ടോ, ചെറുതായിട്ട് കട്ടിയായിട്ട് വന്ന് തുടങ്ങും. പിന്നെ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം ഇത് നമുക്ക് ചൂടോടെ തന്നെ അരിച്ചെടുക്കാം. ഒന്നെങ്കിൽ ഒരു മസ്ലിൻ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ജെൽ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ അരിപ്പ യൂസ് ചെയ്തിട്ട് ജെൽ അരിച്ചെടുക്കുക. തണുത്തതിന് ശേഷം അരിക്കരുത്, ചൂടോട് കൂടി തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആ ഒരു ജെല്ലിൽ നിന്ന് കുറച്ച് ജെല്ലെടുത്ത് നമ്മൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് ഇട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ കഴുകി കളയാം. ഇല്ലാന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ഫേസിൽ ഇട്ടതിന് ശേഷം ഇത് കഴുകി കളയുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലിസറിൻ വാങ്ങാൻ കിട്ടും, വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ വാങ്ങുക. അതൊരു 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജെൽ എടുക്കുക. ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെൽ എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതോടെ ഇട്ട് കിടക്കാം, ഇല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയാം. ഇതൊരു ഗ്ലാസ് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാളിത് കേടാവാതെ ഇരിക്കും. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ റൈസ് വാട്ടറിൻ്റെ മിക്സ് ആണ്. അതായത് ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലിലോട്ട്, അതായത് 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ് എടുക്കുന്നതെങ്കിൽ നേരെ പകുതി 1 ടീസ്പൂൺ റൈസ് വാട്ടർ എടുക്കുക, കഞ്ഞിവെള്ളം എടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പഴം ഉണ്ടാവുമല്ലോ, പഴം ഒരു ചെറിയൊരു കഷ്ണം പഴം എടുക്കുക. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യുക. ഉടച്ചതിന് ശേഷം അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു മാസ്ക് ആയിട്ട് അതല്ലെങ്കിൽ ഫേസ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പാക്ക് പോലെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിറം പോലെ നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം കറക്റ്റ് 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളിൻ്റെ ആണ്. അതായത് ഈ 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ജെല്ലും അതിലൊരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതും കറക്റ്റ് 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ടിപ്പ് എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ ജെല്ല് എടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ തന്നെ കുക്കുംബർ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. വെള്ളരിക്ക മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് അതിൻ്റെ ഫ്രഷ് ജ്യൂസ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയാം.
അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ അലോവേര ജെല്ലിൻ്റെ ആണ്. 1 ടീസ്പൂൺ അലോവേര ജെല്ലിലോട്ട് 1 ടീസ്പൂൺ ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസ് കംപ്ലീറ്റ് തേച്ച് കൊടുക്കുക. ബെസ്റ്റ് റിസൾട്ടാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് മുട്ടയുടെ വെള്ള. മുട്ടയുടെ വെള്ള എടുത്തതിന് ശേഷം ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തിട്ട് ഫേസ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഗ്ലോ കാണാനായിട്ട് പറ്റും. അത്രയ്ക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫേസിൽ ഒരു സ്റ്റീം കൊടുക്കണം കേട്ടോ, അതായത് ആവി കൊടുക്കണം. അപ്പോൾ ആവി കൊടുക്കുമ്പോൾ സാധാരണയായിട്ട് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചൂടുവെള്ളം ഒരു പാത്രത്തിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പനിയൊക്കെ വരുമ്പോൾ ആവി പിടിക്കില്ല, അതുപോലെ തന്നെ കണ്ണൊന്ന് അടച്ചതിന് ശേഷം നല്ലതുപോലെ ആവി പിടിക്കും. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെല്ലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറും. വീക്കിലി വൺസ് എങ്കിലും എല്ലാവരും ആവി പിടിക്കണം. അപ്പോൾ ആവി പിടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ ഈ ഒരു ജെല്ലും കൂടെ ചേർത്തിട്ട് അതായത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഈ ഒരു ജെല്ല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ആവി പിടിക്കുകയാണെങ്കിൽ ഫേസ് നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് ബ്ലഷ് അടിച്ച പോലെ ഇരിക്കും. അത്രയ്ക്ക് റിസൾട്ട് കിട്ടും. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തൊരു ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്, നമുക്ക് ഒരു ഫ്ലാക്സ് സീഡിന്റെ ജെല്ല് 1 സ്പൂൺ എടുക്കുക. അതിലോട്ട് ഫ്രാങ്കിൻസെൻസ് ഓയിൽ ഉണ്ട്, അത് ഒരു 3 ഡ്രോപ്സ് മതി. പിന്നെ എന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്, അത് ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ടാൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ 40-50 വയസ്സിന് ശേഷമുള്ളവർ പോലും ഇത് യൂസ് ചെയ്താൽ നമ്മുടെ ഫേസ് നല്ല ഫ്രഷ് ആയിട്ട് നല്ലൊരു നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കും. അത്രയും റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, അതായത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച പ്രോഡക്ട്സ് എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. വാങ്ങുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങാനായിട്ട് നോക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യണം എങ്ങനെയാണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ടാഗ് ചെയ്യുന്ന പ്രോഡക്ട്സ് അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ഇപ്പോൾ കാണിക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇപ്പോൾ ഏത് വീഡിയോ ആണോ നിങ്ങൾ കാണുന്നത് ആ ഒരു വീഡിയോ എടുക്കുക. അതിൽ റൈറ്റ് സൈഡിലായിട്ട് മോർ എന്ന ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഡയറക്റ്റായിട്ട് പോകുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലാണ്. അപ്പോൾ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് നല്ല ബ്രാൻഡിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആയിരിക്കും ഞാൻ അവിടെ കൊടുക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മോർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ആ ഒരു പ്രോഡക്ട്സിൻ്റെ ലിങ്ക് കാണും. ഇവിടെ പ്രോഡക്ട്സ് പിക്സ് ബൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ 2 പ്രോഡക്റ്റാണ് ടാഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അവിടെ തന്നെ ഒരു ബ്ലൂ കളറിലായിരിക്കും ലിങ്ക് കാണുക. അതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റായിട്ട് നമുക്ക് ഏതൊരു സൈറ്റിൽ നിന്നാണോ സാധനം വാങ്ങുന്നത് ആ ഒരു സൈറ്റിലോട്ട് തന്നെ പോകും. അവിടെ നിന്ന് നിങ്ങൾ സാധാരണ ഓൺലൈനിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊരു പ്രൊമോഷൻ അല്ല കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് വാങ്ങുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വിന്നർ ആരാന്ന് നോക്കാം. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്കൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം 180 കമൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിന്നർ ആരാന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ വിന്നർ സൂര്യയാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ സൂര്യ. അപ്പോൾ വിന്നറിന് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണ്, യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റ് ചെയ്യുക. റാൻഡമായിട്ട് എടുക്കുന്ന മാക്സിമം ഷെയറിൽ നിന്നും കമൻറ്റിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തിട്ട് എനിക്ക് ഈ വീഡിയോയിൽ എത്രയാണോ പേയ്മെൻറ്റ് കിട്ടിയെന്ന് അതിൻ്റെ ഒരു വിഹിതം അടുത്ത് നിങ്ങൾക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് പേര്, ഏകദേശം ഒരു 10-20 പേർക്ക് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് പേര് അത് കിട്ടാൻ അർഹരാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു 10 ടിപ്പിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉറപ്പാണ്. ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum.